ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് വീണ്ടും ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പിയാണ്. ദം ചായ അല്ലെങ്കിൽ കുക്കർ ചായ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അടിപൊളി ചായയാണ് കേട്ടോ. അത് നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു ചായയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത്. ആ സ്റ്റീൽ ഗ്ലാസ്സിലൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ് കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു കോട്ടൻ്റെ ക്ലോത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ചെറിയൊരു പീസ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിൽ ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇതൊന്ന് ചുറ്റിച്ചെടുക്കാനായിട്ട്. ഞാനത് ചെറുതായിട്ടൊന്നും ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതിന് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയാണ് കേട്ടോ, ചെറിയ പീസ് മതി, അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു 3 ഏലക്കായ ഇതേപോലെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ 2 പീസ് പട്ടയും ചെറിയൊരു കരയാമ്പൂ കേട്ടോ. നമുക്കിനി വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാട്ടോ, ഫ്ലേവറിന് ആവശ്യമുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ തേയിലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാനിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ തുണി നമ്മൾ ഈ വെള്ളത്തിൽ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൽ മുട്ടിക്കെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുക്കണം ചെയ്യുമ്പോൾ. പിന്നെ പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുക്കറിലേക്ക് ഈ ഗ്ലാസും കൂടെ ഇറക്കി വെച്ചിട്ട് നമുക്കൊരു 3 വിസിൽ അല്ലെങ്കിൽ ഒരു 4 വിസിൽ അടിച്ചെടുക്കാം. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിവിടെ ചായക്കുള്ള പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിസിലൊക്കെ വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം ഈ കാണുന്ന ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ചൂടാറാനായിട്ട് ഇറക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇതേ. അപ്പോൾ ഈ തേയില വെള്ളമാണ് നമ്മളിനി പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ പാലൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊന്ന് തീയൊന്ന് സിമ്മിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഈ തേയില വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തീ ഒന്ന് സിമ്മിലേക്ക് ആക്കുക, പിന്നെ ഒന്ന് കൂട്ടി കൊടുക്കുക. അങ്ങനെ ഇവിടെ അതേ ചായയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും കൂടുതൽ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേയിലയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കടുപ്പത്തിലാണ് ഉപയോഗിക്കാറ്, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കടുപ്പത്തിലാക്കി എടുത്തത്. ഇതിൻ്റെ ഫ്ലേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 ഫ്ലേവറാണ് കേട്ടോ. ആ തിളയ്ക്കുമ്പോൾ ആ ഒരു സ്മെല്ലിങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് കുടിക്കാനുള്ളൊരു ആഗ്രഹം തോന്നും കേട്ടോ. അങ്ങനത്തെ ഒരു ഫ്ലേവറാണ് കേട്ടോ. ഇതിന് മസാലയൊക്കെ കൂടി വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണല്ലോ. അങ്ങനെ ഇപ്പോൾ അതേ ചായക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പഞ്ചസാര. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ചായയാണ് നമ്മുടെ കുക്കർ ചായ എന്ന് പറയുന്നത്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.